ായി നിവിൻ പോളി എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വാഹനം അവിടേക്ക് എത്തുകയാണ്. നിവിൻ പോളിയുടെ കാറാണത്. നിവിൻ പോളി വാർത്താ സമ്മേളനത്തിനായി എത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ റിപ്പോർട്ടറിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ 376 വകുപ്പ് അനുസരിച്ച് ബലാത്സംഗം, 354 വകുപ്പ് അനുസരിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ കുറ്റങ്ങളാണ് നിവിൻ പോളിക്കെതിരെ ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ഈ പരാതി വ്യാജമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും ഉള്ള ഒരു കുറിപ്പ് നിവിൻ ഇട്ടിരുന്നു. നിവിൻ പോളി വളരെ കോൺഫിഡന്റ് ആയാണ് വരുന്നത്. ഇത് വ്യാജ ആരോപണമാണ് എന്നാണ് നിവിൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. നിവിൻ പോളി ഇപ്പോൾ എത്തുന്നു. ഈ സംഭവം നടന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതരം കഥകൾ പ്രചരിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ ഓഗസ്റ്റ് 6-ാം തീയതി അവരൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നു. 6-ാം തീയതി ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ പീഡനവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ കൊടുത്ത പരാതിയിലും പീഡനം ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പകരം ഇവരെ മറ്റൊരു കേസിൽ കുടുക്കാൻ നിവിൻ പോളിയും സംഘവും ശ്രമം നടത്തി എന്നൊരു ആരോപണമാണ് ഓഗസ്റ്റ് 6-ാം തീയതിയിലുള്ള സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഹണി ട്രാപ്പിന് വേണ്ടി ഇവരും ഭർത്താവും ശ്രമിച്ചു എന്ന പേരിൽ പ്രചരിച്ച ഒരു വാർത്തയ്ക്കു പിന്നിൽ നിവിൻ പോളിയും പ്രൊഡ്യൂസർ സുനിലുമാണ് എന്നാണ് ഈ യുവതി പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോൾ നിർമ്മാതാവ് AK സുനിൽ, അതായത് തൃശൂർ സ്വദേശി രാഗം സുനിൽ എന്ന അറിയപ്പെടുന്ന സുനിലിനെയാണ് 2ാം പ്രതിയാക്കിയിരിക്കുന്നത്. കേസിലെ 1ാം പ്രതി ശ്രേയ എന്ന സ്ത്രീയാണ്. അപ്പോൾ ശ്രേയയുടെ സാന്നിധ്യത്തിൽ മറ്റ് 5 പ്രതികൾ ബലാത്സംഗം ചെയ്തു എന്ന പരാതിയാണ് ഈ യുവതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. 2023 നവംബറിൽ ദുബായിൽ വെച്ചാണ് പീഡനം നടന്നത് എന്നതാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ നിവിൻ പോളിക്ക് ഒരു വ്യക്തത വരുത്താൻ കഴിയും. 1ാം പ്രതി ശ്രേയ, 2ാം പ്രതി രാഗം സുനിൽ എന്ന AK സുനിൽ, 3ാം പ്രതി ബിനു, 4ാം പ്രതി ബഷീർ, 5ാം പ്രതി കുട്ടൻ, 6ാം പ്രതി നിവിൻ പോളി. അതിൽ 6ാം പ്രതിയായി ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന നിവിൻ പോളിക്ക് പറയാനുള്ളത് എന്താണ്? കേൾക്കാം.